അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു പോസ്റ്റ് കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത്, പേടിപ്പിച്ചാലും ഒളിച്ചോടില്ല, ഞാൻ പറഞ്ഞത് 100% സത്യം. വിമർശകർ തെളിവുദ്ധരിക്കുകയാണ് വേണ്ടത്, വ്യക്തിവിരോധം തീർക്കുകയല്ല. ഇന്ന് വൈകിട്ട് 6:30 മണിക്ക് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തതാണിത്. എന്താണ് ആ പരിപാടിയിൽ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിശദീകരണം നടത്താൻ പോവുകയാണ്. മുമ്പൊരിക്കൽ അദ്ദേഹം ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. അത് നടത്താനുണ്ടായ പശ്ചാത്തലം, അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ വിവാദമായി. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തു. വീണ്ടും രണ്ടാമത്തെ വിശദീകരണത്തിൻ്റെ പോസ്റ്റാണിത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ ഒരു പഠനം നടത്തി. അദ്ദേഹത്തിന് പഠനം നടത്താനുള്ള അറിവുണ്ട്, അതിനുള്ള അവകാശവുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിൽ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ആദരിക്കപ്പെടേണ്ട അഇമ്മത്തിനെക്കുറിച്ച് അദബില്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ പഠനമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുൻഗാമികളായ മഹത്തുക്കളായ ഇമാമുമാർ രേഖപ്പെടുത്തിയതിനെയൊന്നും അദ്ദേഹം പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ 2 വിഷയങ്ങൾ കൊണ്ടാണ് അദ്ദേഹം കൂടുതലായി വിമർശിക്കപ്പെട്ടത്. അതിലൊന്നാമത്തതിന് അദ്ദേഹം മാപ്പ് പറയുകയും പടച്ചോനോട് തൗബ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ശരിയല്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കട്ടെ. എന്നാൽ ആ തൗബയിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, നമുക്കതാണ് പരിശോധിക്കേണ്ടത്. വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം നടത്തിയ വിശദീകരണത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹിലുള്ള എല്ലാ ഹദീസുകളും അത് 100% സത്യസന്ധമാണ്, സ്വഹീഹാണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. 100% സത്യസന്ധമായ 100% സ്വഹീഹായ ഹദീസാണ്. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് പോലും സ്വഹീഹല്ലാത്ത ഹദീസ് ഇല്ല. ഒരു ദഈഫായ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇല്ല. ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് റിപ്പോർട്ടിൽ പിഴച്ചിട്ടുണ്ട് എന്ന വാദം എനിക്കില്ല. അങ്ങനത്തെ ഒരു വാദമില്ല. ഒരു ദഈഫായ ഹദീസ് ആണിത്, ഇല്ല. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഈ വിഷയത്തിൽ, ഈ ഹദീസ് സ്വഹീഹാണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എത്ര തവണയാണ് ഇദ്ദേഹം ആവർത്തിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് പോലും ദഈഫായതില്ല എന്ന് പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ റഹ്മത്തുള്ള ഖാസിമി തന്നെ എഴുതിയ പുസ്തകമാണിത്, തിരുദൂതർ നിറവ്. ഈ പുസ്തകത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഇദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൗബ ആത്മാർത്ഥമാണെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് പോലും ദഈഫില്ല എന്ന് പറഞ്ഞത് 100% മനസാക്ഷിയോട് നീതി പുലർത്തിയിട്ടാണെങ്കിൽ അദ്ദേഹം ഈ പുസ്തകം പിൻവലിക്കുകയാണ് വേണ്ടത്. കാരണം ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്, അതീവ ദുർബലമായ ചരിത്രരേഖകളിൽ എവിടെയോ എഴുതപ്പെട്ട ഒരു കണക്കിനെ ഉപയോഗിച്ച് ലോകത്തു മുഴുവനും കരുണയും നവോത്ഥാനവും നൽകിയ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മേൽപ്പറഞ്ഞ ഗ്രന്ഥവും അതിൻ്റെ തുടർച്ചകളും ചില കുബുദ്ധികളും നീച തൽപരരും ലോകമൊട്ടാകെ പ്രചരിപ്പിച്ചപ്പോൾ അവരുടെ വ്യാജ പ്രചാരണങ്ങളെ അപ്പാടെ അംഗീകരിക്കുക എന്ന ചരിത്രപരമായ മണ്ടത്തരമാണ് അലസരായ ബഹുഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതരും പിന്തുടർന്നത് എന്നത് വേദനാജനകമാണ്.
എന്താണ് പറഞ്ഞത്? സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അടക്കം വന്ന ഇദ്ദേഹം പോലും 100% സ്വഹീഹായ ഹദീസാണെന്ന് അംഗീകരിക്കുന്ന ഹദീസിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയത് അതീവ ദുർബലമായ ചരിത്രരേഖകളിൽ എവിടെയോ എഴുതപ്പെട്ടതാണോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ, പണ്ഡിതന്മാർ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ച ആ പ്രചരണത്തെ അപ്പാടെ അംഗീകരിക്കുന്ന മണ്ടത്തരം ചെയ്തു എന്നാണ്. ഏതു പണ്ഡിതന്മാർ? ഇമാം നവവി റഹിമഹുല്ല, ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ല, അങ്ങനെ തുടങ്ങി എത്രയോ അഇമ്മത്ത് ആയിഷ ബീവിയുടെ വിവാഹപ്രായത്തെ സ്വഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിൽ വന്ന ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസിനെ അദ്ദേഹം പരാമർശിക്കുന്നത് എവിടെയോ എഴുതപ്പെട്ട അതീവ ദുർബലമായ ഹദീസ് എന്നാണ്. അതുകൊണ്ടും തീരുന്നില്ല. ആ പുസ്തകത്തിൻ്റെ 121 പേജിൽ അദ്ദേഹം എഴുതുകയാണ്, പിൽക്കാല ഹദീസ് റിപ്പോർട്ടർമാരിൽ ഒരാളായ ഹിശാം ഇബ്നു ഉർവ രേഖപ്പെടുത്തിയ ഹദീസിൽ മാത്രമാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹ സമയത്തെ പ്രായം 9 രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രസ്തുത വിവാഹത്തിന് 1.25 നൂറ്റാണ്ട് കാലത്തിന് ശേഷം അറേബ്യയിൽ നിന്നും 100 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ഇറാഖിൽ തൻ്റെ വാർദ്ധക്യകാലത്ത് ചിന്തയും ഓർമ്മശക്തിയും ദുർബലമായി ജീവിച്ചിരിക്കുമ്പോഴാണ് ഹിശാം ഇബ്നു ഉർവ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തത്. ഇതുകൊണ്ട് തന്നെ അതീവ ദുർബലമായ ഒന്നായാണ് ഈ ഹദീസിനെ മുസ്ലിം പൊതുസമൂഹം ഇക്കാലഘട്ടത്തിലുടനീളം കണക്കാക്കിയിട്ടുള്ളത്. എന്ത് അബദ്ധമാണ് ഇദ്ദേഹം ഈ പറയുന്നത്? ഞാൻ ഈ വായിച്ചതിൽ തന്നെ വാസ്തവ വിരുദ്ധമായ എത്ര കാര്യങ്ങളുണ്ടെന്നറിയോ? ഒന്നാമത്തത്, ഇദ്ദേഹം പറയുന്നത് അതീവ ദുർബലമായ ഒരു ഹദീസാണെന്നാണ്. അദ്ദേഹം ഈ വിശദീകരണത്തിൽ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതൊക്കെ 100% സത്യമാണെന്നാണ്. എന്നാൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് അതീവ ദുർബലമായ ഒന്നാണെന്നാണ്. എന്നു മാത്രമല്ല, ഇക്കാലമത്രയുമുള്ള മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് എന്നാണ്. ആരാണങ്ങനെ ഈ ഹദീസ് അതീവ ദുർബലമാണെന്ന് പറഞ്ഞത്? പറഞ്ഞിട്ടില്ലെന്നു മാത്രമല്ല, ഈ ഹദീസാണ് ഏറ്റവും സ്വഹീഹായതെന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുകയല്ലേ ചെയ്തത്. എന്നു മാത്രമല്ല, ഇമാം നവവി റഹിമഹുല്ല ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൻ്റെ ഒരു മസ്അല തന്നെ പറഞ്ഞത്. എന്നു മാത്രമല്ല, എത്ര മസ്അലകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെയോ അതിനകത്തുള്ള മറ്റൊരബദ്ധം എന്താണ്? ഈ ഹദീസിൻ്റെ റാവിമാരിൽ ഒരാളായ മഹാനായ ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യ സമയത്ത് ഇറാഖിലേക്കൊക്കെ പോയതിന് ശേഷം ചിന്തയും ഓർമ്മശക്തിയുമൊക്കെ ദുർബലമായ സമയത്താണെന്നാണ്. ആരാണങ്ങനെ പറഞ്ഞത്? മഹാനവറുകൾക്ക് ഓർമ്മശക്തിക്ക് കുറവുണ്ടായിട്ടുണ്ടെന്നും അതുപോലെ ചിന്തയ്ക്കും മറ്റും മങ്ങലേറ്റിട്ടുണ്ടെന്നൊക്കെ അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹിശാം ഇബ്നു ഉർവയ്ക്ക് ഓർമ്മശക്തിക്കുറവുണ്ടായിരുന്നു എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഹ്മത്തുല്ലാ ഖാസിമി പറഞ്ഞത്? എന്നു മാത്രമാണോ? അതിനേക്കാൾ വലിയ ഒരു അബദ്ധം ഇദ്ദേഹം പറഞ്ഞു വെച്ചതെന്താ? ഈ ഹദീസ് ഹിശാം ഇബ്നു ഉർവയിലൂടെ മാത്രമാണ് വന്നത് എന്നാണ്. ഇതും വാസ്തവ വിരുദ്ധമാണ്. കാരണം സ്വഹീഹ് മുസ്ലിമിലൊക്കെയുള്ള ഹദീസിൽ ഹിശാം ഇബ്നു ഉർവ ഇല്ലാത്ത വേറെ റാവിമാര് മുഖേന ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും സ്വഹീഹായ ഹദീസ്. എന്നു മാത്രമല്ല, ഈ പുസ്തകത്തിൽ അദ്ദേഹം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും ചില ചരിത്രകാരന്മാരെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു ഇസ്ഹാഖിനെ, അതുപോലെ ഇബ്നു ജരീറു തിബിരിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് റഹിമഹുമുള്ള.
അവരാരും തന്നെ ആയിഷ ബീവിയുടെ വിവാഹ സമയത്തെ പ്രായം 18 അതിൽ കൂടുതലോ ആണെന്ന് ഒരു സ്ഥലത്തു പോലും രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അവരൊക്കെ പറഞ്ഞത് എന്താണ്? മറ്റു ചില കാര്യങ്ങൾ ചരിത്രപരമായി ആയിഷ ബീവിയുടെ സഹോദരിയായ അസ്മാഉ ബീവിയുടെ പ്രായം, അതുപോലെ ഉള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ വെച്ച് ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹമാണ് പറയുന്നത് ആയിഷ ബീവിയുടെ വിവാഹ സമയത്തെ പ്രായം 18 അതിൽ കൂടുതലോ ആണെന്ന്. ആധുനികരായ പിൽക്കാലത്ത് വന്ന ചില ആളുകൾ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ വിശദീകരണ പ്രസംഗത്തിൽ ഹംസ യൂസുഫിൻ്റെ ക്ലിപ്പ് കാണിക്കുന്നത്. അതല്ലാതെ പ്രാമാണികനായ ഒരു ഇമാമിനെ പോലും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം 18 ആണെന്ന് അവരെഴുതിയത് എവിടെയും പറയുന്നില്ല. എന്നിട്ടോ അദ്ദേഹം ചില ഇമാമുമാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. യാതൊരു തർക്കവും ഈ വിഷയത്തിൽ ഇല്ല. അതേ സമയത്ത് ഇതാണ് ഇൻഫർമേഷൻ എങ്കിൽ, ഇതാണ് ഇൽമ്, ഇതിൽ ഈ വിഷയത്തിലുള്ള അവസാനത്തെ ഖണ്ഡിതമായ വിവരം ഇതാണ് എങ്കിൽ പിന്നെ ഉലമാക്കൾക്കിടയിൽ എങ്ങനെയാണ് തർക്കം ഉണ്ടാവുക? ഉലമാക്കൾ രണ്ടഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഉലമാക്കൾ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, പഴയ ഉലമാക്കളല്ല, പുതിയ ഉലമാക്കൾ, പല നൂറ്റാണ്ടുകളിലും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതല്ല, ഈ ഡാറ്റ തന്നെയാണ് ഇൻഫർമേഷൻ എങ്കിൽ, ഡാറ്റയും ഇൻഫർമേഷൻ രണ്ടാണ് എന്ന വിജ്ഞാനം നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ഇൻഫർമേഷൻ, ഇത് തന്നെയാണ് വിജ്ഞാനം എന്നുണ്ടെങ്കിൽ ഇതിൽ പണ്ഡിതന്മാർ ഇത് ഗണ്ഡിതമാകുമല്ലോ. പണ്ഡിതന്മാർ പിന്നെ തർക്കിക്കാൻ പാടില്ലല്ലോ. ആര്? ഷിയാക്കളല്ല, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ. ഏത് അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് തർക്കിച്ചിട്ടുള്ളത്? പിൽക്കാലത്ത് വന്ന, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ആധുനികരായ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നതിനപ്പുറം ഏത് അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് അങ്ങനെ ഒരു തർക്കം നടത്തിയിട്ടുള്ളത്? ഇദ്ദേഹം തന്നെ ഈ പുസ്തകത്തിലും പറയുന്നുണ്ട്, ചരിത്രത്തിൽ ആദ്യമായി തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തി തുടങ്ങിയപ്പോൾ ഉണ്ടായ കേവലം ഒരു അക്ഷരത്തെറ്റോ പിഴവോ മാത്രമാണ് മഹദി ആയിഷയുടെ വിവാഹ സമയത്തെ അവരുടെ പ്രായം രേഖപ്പെടുത്തുന്നതിൽ സംഭവിച്ചത്. അബദ്ധമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ പറയുകയാണ്. എന്നിട്ടോ ആയിഷ ബീവിയുടെ വിവാഹപ്രായം 9 ആണെന്നതിനെ തിരുദൂതരുടെ തൊട്ടടുത്ത കാലത്തും പിന്നീടും ജീവിച്ചിരുന്ന അത്യുന്നതരായ ഇസ്ലാമിക പണ്ഡിതർ തന്നെ ഗണ്ണിക്കുകയും മഹദി ആയിഷയുടെ വിവാഹ സമയത്ത് പ്രായവും പക്വതയും എത്തിയ 18 അതിലധികമോ വയസ്സുള്ള ഒരു യുവതിയായിരുന്നെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആര് മുതൽ? നബിതങ്ങളുടെ തൊട്ടടുത്ത കാലം മുതലുള്ള അത്യുന്നതരായ ഇമാമുമാർ. ഏത് ഇമാമാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇദ്ദേഹം ഏതെങ്കിലും ഒരു വിശദീകരണത്തിൽ ആ രേഖപ്പെടുത്തിയത് വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഈ പുസ്തകത്തിലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതിൻ്റെ കണക്കു പിടിച്ചുകൊണ്ടുള്ള കണക്കുകൂട്ടലുകൾ, ആ കണക്കുകൂട്ടലുകളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ, അതല്ലാതെ അതിനപ്പുറം ഒരാളുപോലും അങ്ങനെ രേഖപ്പെടുത്തിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അതെൻ്റെ അറിവുകേട് കൊണ്ടാണെങ്കിൽ റഹ്മത്തുള്ള ഖാസിമിയുടെ ഇന്ന് നടക്കുന്ന പ്രസംഗത്തിൽ ഈ വീഡിയോ ആരെങ്കിലും അദ്ദേഹത്തെ കേൾപ്പിക്കുമായിരിക്കും. ആ പ്രസംഗത്തിൽ അത് ഉദ്ധരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ചോ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സോ അല്ല, മറിച്ച് ആധികാരികമായ ഇമാമുമാർ രേഖപ്പെടുത്തിയത് അത് വായിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതുകൊണ്ട് റഹ്മത്തുള്ള ഖാസിമിയുടെ ഈ പഠനവും അതിൽ നിന്നുള്ള കണ്ടെത്തലുകളും അത് 100% സത്യമാണെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് പ്രാമാണികമായ തെളിവ് റഹ്മത്തുള്ള ഖാസിമി വായിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പുറത്തു നിൽക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയാണ്, സ്വഹീഹ് മുസ്ലിമാണ്, അതൊക്കെ വിശദീകരിച്ച ഇമാം നവവിയാണ്, ഇബ്നു ഹജറിനിൽ അസ്ഖലാനിയാണ്. അങ്ങനെയുള്ള ആധികാരിക പണ്ഡിതരാണ്. അവരെ കവച്ചു വെച്ചിട്ട് താങ്കൾ ഒരു പഠനം നടത്തി ഒരു കണ്ടെത്തൽ നടത്തുമ്പോൾ
അതിന് പ്രാമാണികമായ പിന്തുണ വേണം. അത് താങ്കൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കൾക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾ ആ തൗബ ചെയ്തതും സ്വഹീഹുൽ ബുഖാരിയിലുള്ളത് 100% സ്വഹീഹാണ് എന്ന് പറഞ്ഞതുമൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ പുസ്തകം സമൂഹത്തിൽ നിന്ന് പിൻവലിക്കുക എന്ന ഒരു ബാധ്യത കൂടി താങ്കൾക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.